PS പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KS കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റ്, ഖാദി ബോർഡ് JCI, CSEB എക്സാമുകൾക്ക് വേണ്ടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റീജിയണൽ റൂറൽ ബാങ്ക് അഥവാ RRB എന്ന ടോപ്പിക്കിൽ നിന്നുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീജിയണൽ റൂറൽ ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഉത്തരം 2 ഒക്ടോബർ 1975. 1975 ഒക്ടോബർ 2 റീജിയണൽ റൂറൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1975 ഗാന്ധി ജയന്തി ദിനത്തിലാണ് റീജിയണൽ റൂറൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഗാന്ധി ജയന്തി ദിനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നാഫെഡ്. 1958 ഒക്ടോബർ 2 നാഫെഡ് നിലവിൽ വരുന്നത്. റീജിയണൽ റൂറൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1975 ഒക്ടോബർ 2. 1975 ഇന്ദിരാഗാന്ധിയുടെ 20 പോയിൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് റീജിയണൽ റൂറൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. RRB വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ഉത്തരം നരസിംഹം കമ്മിറ്റി. നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് RRB എസ്റ്റാബ്ലിഷ് ചെയ്തത്. നരസിംഹം നമുക്കറിയാം, RBIയുടെ 13ാമത്തെ ഗവർണറായിരുന്നു. ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ റിഫോംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നരസിംഹമാണ്. നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് RRB എസ്റ്റാബ്ലിഷ് ചെയ്തത്. RRB ആക്ട് വാസ് പാസ്ഡ് ഇൻ ഉത്തരം 1976. 1976 RRB ആക്ട് പാസ്സാവുന്നത്. നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ 1975 സെപ്റ്റംബർ 26 ഓർഡിനൻസ് പാസ്സാവുന്നു. ഇതാണ് പിന്നീട് 1976 RRB ആക്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ RRB ആക്ട് നിലവിൽ വന്നത് 1976. ഫസ്റ്റ് RRB ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് അറ്റ് ഉത്തരം മൊറാദാബാദ് UP. ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് അഥവാ RRB സ്റ്റാർട്ട് ചെയ്തത്. പേര് പ്രഥമ ബാങ്ക്. അപ്പോൾ ഫസ്റ്റ് RRB ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് പ്രഥമ ബാങ്കാണ്. ഉത്തർപ്രദേശിലെ മൊറാദാബാദ് എന്ന സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്തത്. RRB അഥവാ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് റീജിയണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളാണ്. ആദ്യത്തെ RRB നിലവിൽ വന്നത് ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ്. പേര് പ്രഥമ ബാങ്ക്. 1975 ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടിയുടെ ഭാഗമായിട്ട് 5 RRBs ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓരോ റീജിയണൽ റൂറൽ ബാങ്കിനും ഒരു സ്പോൺസറിങ് ബാങ്ക് ഉണ്ടാവും. പ്രഥമ ബാങ്കിനെ സ്പോൺസർ ചെയ്തത് സിൻഡിക്കേറ്റ് ബാങ്കാണ്. അപ്പോൾ ആദ്യത്തേത് പ്രഥമ ബാങ്ക്, പ്രഥമ ഗ്രാമീൺ ബാങ്ക് മൊറാദാബാദ്. 2 ഗൗർ ഗ്രാമീൺ ബാങ്ക്. സ്പോൺസർ ചെയ്തത് യൂക്കോ ബാങ്കാണ്. യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്കിനെയാണ് യൂക്കോ ബാങ്ക് എന്ന് പറയുന്നത്. 3ാമത്തേത് ഗോരഖ്പൂർ ക്ഷേത്രീയ ഗ്രാമീൺ ബാങ്ക്. സ്പോൺസർ ചെയ്തത് SBI ആണ്. 4 ഹരിയാന ക്ഷേത്രീയ ഗ്രാമീൺ ബാങ്ക്. സ്പോൺസർ ചെയ്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 5ാമത്തേത് ജയ്പൂർ നാഗ്പൂർ അഞ്ചാലിക് ഗ്രാമീൺ ബാങ്ക്. ഇതിനെ സ്പോൺസർ ചെയ്തത് യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് അല്ലെങ്കിൽ യൂക്കോ ബാങ്കാണ്. ഇങ്ങനെ 5 RRBs ആണ് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഡാഷ് ഈസ് ദ ലാർജസ്റ്റ് RRB ഇൻ ഇന്ത്യ. ഉത്തരം കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ RRB. കേരള ഗ്രാമീൺ ബാങ്കിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനറ ബാങ്കാണ്. ദ ബാങ്ക് പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ദ വീക്കർ സെക്ഷൻസ് ഓഫ് ദ റൂറൽ ഏരിയാസ്, particularly for the small and marginal farmers, agricultural laborers and small entrepreneurs. Who is the father of Regional Rural Bank in India? Who is the father of
റീജിയണൽ റൂറൽ ബാങ്ക് ഇൻ ഇന്ത്യ? ഉത്തരം MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ റീജിയണൽ റൂറൽ ബാങ്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. എന്നാൽ ഫാദർ ഓഫ് ഗ്രാമീൺ ബാങ്ക് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് മുഹമ്മദ് യൂനസ് ആണ്. മുഹമ്മദ് യൂനസ് നോൺ ആസ് ഫാദർ ഓഫ് ഗ്രാമീൺ ബാങ്ക് ഇൻ ദ വേൾഡ്. The share capital of the bank is contributed by the central government, state government and sponsor bank in the ratio of. The share capital of the bank is contributed by the central government, state government and sponsor bank is. ഉത്തരം 50:15:35. അതായത് റീജിയണൽ റൂറൽ ബാങ്കുകളുടെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സ്പോൺസറിങ് ബാങ്കുമാണ്. അത് 50:15:35 എന്ന റേഷ്യോയിലാണ്. അതായത് 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും 15% സ്റ്റേറ്റ് ഗവൺമെൻറ്റും 35% സ്പോൺസറിങ് ബാങ്കുമാണ്. ഇത് റിപ്പീറ്റഡായി ചോദിക്കുന്നതാണ്, മാറിപ്പോയത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ 50%, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റേത് 15%, സ്പോൺസറിങ് ബാങ്കിൻ്റേത് 35%. The share capital of the bank is contributed by the central government, state government and sponsor bank in the ratio of 50:15:35 respectively. Central government contribution to RRB are given through. Central government contributions to RRBs are given through. ഉത്തരം നബാർഡ്. നബാർഡ് മുഖേനയാണ് സെൻട്രൽ ഗവൺമെൻറ് RRBസിനുള്ള ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. RRBസിൻ്റെ റീഫിനാൻസിങ് ഏജൻസി എന്ന് പറയുന്നത് നബാർഡാണ്. നബാർഡ് ഈസ് ദ റീഫിനാൻസിങ് ഏജൻസി ഓഫ് RRB. ഡാഷ് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് RRB. ഡാഷ് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് RRB. ഉത്തരം സ്പീഡി റൂറൽ ഡെവലപ്മെൻറ്റ്. RRBയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സ്പീഡി റൂറൽ ഡെവലപ്മെൻറ്റ് ആണ്. RRBസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് RBIയും സൂപ്പർവൈസ് ചെയ്യുന്നത് നബാർഡുമാണ്. RRB ആർ റെഗുലേറ്റഡ് ബൈ RBI ആൻഡ് സൂപ്പർവൈസ്ഡ് ബൈ നബാർഡ്. ദ ഓൺലി വൺ RRB ഇൻ കേരള. ദ ഓൺലി വൺ RRB ഇൻ കേരള. ഉത്തരം കേരള ഗ്രാമീൺ ബാങ്ക്. കേരളത്തിലുള്ള ഒരേ ഒരു RRB ആണ് കേരള ഗ്രാമീൺ ബാങ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു കേരള ഗ്രാമീൺ ബാങ്ക് ഈസ് ദ ലാർജസ്റ്റ് RRB ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ RRB ആണ് കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിനെ സ്പോൺസർ ചെയ്യുന്നത് കാനറ ബാങ്കാണ്. കേരള ഗ്രാമീൺ ബാങ്ക് വാസ് ഫോംഡ് ഓൺ. കേരള ഗ്രാമീൺ ബാങ്ക് വാസ് ഫോംഡ് ഓൺ. ഉത്തരം 8 ജൂലൈ 2013. 2013 ജൂലൈ 8-നാണ് കേരള ഗ്രാമീൺ ബാങ്ക് ഫോം ചെയ്തത്. കേരള ഗ്രാമീൺ ബാങ്ക് ഫോം ചെയ്തത് 2013 ജൂലൈ 8-നാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മലപ്പുറത്താണ്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനറ ബാങ്കാണ്. അതുപോലെ കേരള ഗ്രാമീൺ ബാങ്ക് ഫോം ചെയ്തത് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും കൂടി അമാൽഗമേറ്റ് ചെയ്തിട്ടാണ്. കേരള ഗ്രാമീൺ ബാങ്ക് വാസ് ഫോംഡ് ബൈ അമാൽഗമേറ്റിംഗ് 2 RRBs ഓഫ് കേരള, സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ആൻഡ് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക് വാസ് ഫോംഡ് ബൈ അമാൽഗമേറ്റിംഗ് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ആൻഡ് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ്. കേരള ഗ്രാമീൺ ബാങ്ക് വാസ് ഫോംഡ് ബൈ അമാൽഗമേറ്റിംഗ് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ആൻഡ് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ്. ഉത്തരം വ്യാസ് കമ്മിറ്റി. RRBകളുടെ ലയനം നടന്നത് 2013 വന്ന വ്യാസ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ്. 2013 ഡോക്ടർ വ്യാസ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ RRBകളുടെ അമാൽഗമേഷൻ ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. 196 എണ്ണം ഉണ്ടായിരുന്ന RRBs 2013 മാർച്ച് ആയപ്പോഴേക്ക് 64 എണ്ണമായി മാറി. നിലവിൽ 28 RRBകളാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ RRBകളുടെ ലയനം നടന്നത് ഡോക്ടർ വ്യാസ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ്. CK ചക്രവർത്തി കമ്മിറ്റി ഈസ് റിലേറ്റഡ് ടു. CK ചക്രവർത്തി കമ്മിറ്റി ഈസ് റിലേറ്റഡ് ടു. ഉത്തരം റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്കുമായി ബന്ധപ്പെട്ട മറ്റൊരു കമ്മിറ്റിയാണ് CK ചക്രവർത്തി കമ്മിറ്റി.
RRBകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി 2009 സെപ്റ്റംബറിൽ ഇന്ത്യ ഗവൺമെൻറ് CK ചക്രവർത്തിയെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 2010 ഏപ്രിൽ 30 ഈ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. CRAR ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ ഉയർത്തിക്കൊണ്ടുള്ള ഒരു റീക്യാപിറ്റലൈസേഷനാണ് ഇവർ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ CK ചക്രവർത്തി കമ്മിറ്റി ഈസ് റിലേറ്റഡ് ടു റീജിയണൽ റൂറൽ ബാങ്ക്. വിച്ച് സ്റ്റേറ്റ് ഹാവ് മാക്സിമം നമ്പർ ഓഫ് RRB ഇൻ ഇന്ത്യ? വിച്ച് സ്റ്റേറ്റ് ഹാവ് മാക്സിമം നമ്പർ ഓഫ് RRB ഇൻ ഇന്ത്യ? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RRBകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുപോലെ RRBകൾ ഇല്ലാത്ത 2 സംസ്ഥാനമാണ് സിക്കിം ആൻഡ് ഗോവ. RRBകൾ ഇല്ലാത്ത 2 സംസ്ഥാനമാണ് സിക്കിം ആൻഡ് ഗോവ. അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് റീജിയണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത് 1 or more ഡിസ്ട്രിക്റ്റ്. നിലവിൽ ഇന്ത്യയിൽ 28 RRBകളാണുള്ളത്. ആദ്യത്തെ RRB ആണ് ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ വന്ന പ്രഥമ ബാങ്ക്. കേരളത്തിലുള്ള ഒരേ ഒരു RRB കേരള ഗ്രാമീൺ ബാങ്ക് 2013 ജൂലൈ 8 നിലവിൽ വന്നു. ആസ്ഥാനം മലപ്പുറം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നരസിംഹം കമ്മിറ്റിയാണ്. നരസിംഹം കമ്മിറ്റി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഹു വാസ് നോൺ ആസ് ഫാദർ ഓഫ് ബാങ്കിങ് റിഫോംസ് ഇൻ ഇന്ത്യ? ഹു വാസ് നോൺ ആസ് ഫാദർ ഓഫ് ബാങ്കിങ് റിഫോംസ് ഇൻ ഇന്ത്യ? ഉത്തരം M. നരസിംഹം. മൈദവോലു നരസിംഹം എന്നാണ് മുഴുവൻ പേര്. RBIയുടെ 13ാമത്തെ ഗവർണറായിരുന്നു ഇദ്ദേഹം. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ്. M. നരസിംഹമാണ് ഫാദർ ഓഫ് ബാങ്കിങ് റിഫോംസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. The first Narasimham Committee was appointed on. The first Narasimham Committee was appointed on. ഉത്തരം 14th August 1991. 1991 ഓഗസ്റ്റ് 14 ഫസ്റ്റ് നരസിംഹം കമ്മിറ്റിയെ ഇന്ത്യ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോയിൻ്റ് ചെയ്ത ഫിനാൻസ് മിനിസ്റ്റർ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മൻമോഹൻ സിംഗ് ആണ്. 1991 ഓഗസ്റ്റ് 14 ഫസ്റ്റ് നരസിംഹം കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു മൻമോഹൻ സിംഗ്. ഫസ്റ്റ് നരസിംഹം കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ്. ഫസ്റ്റ് നരസിംഹം കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ്. ഉത്തരം കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം. കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നറിയപ്പെടുന്നത് 1ാം നരസിംഹം കമ്മിറ്റിയാണ്. 1991 പുതിയ സാമ്പത്തിക നയം വന്ന സമയത്ത് ബാങ്കുകളുടെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ല. ബാങ്കുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് M. നരസിംഹത്തിനെ ഹെഡാക്കിക്കൊണ്ട് 9 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ 1991 ഓഗസ്റ്റ് 14 അപ്പോയിൻ്റ് ചെയ്തു. 1991 നവംബർ 16 ഈ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നറിയപ്പെടുന്നത് 1ാം നരസിംഹം കമ്മിറ്റിയാണ്. കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ടു ഫിനാൻസ് മിനിസ്റ്റർ ആൻഡ് ടേബിൾഡ് ഓൺ പാർലമെൻറ്റ് ഓൺ 17th December 1991. 1ാം നരസിംഹം കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്ത സമയത്ത് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ്, പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് നരസിംഹറാവു, RBIയുടെ ഗവർണർ ആയിരുന്നത് S. വെങ്കിട്ടരാമനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് 4-tier ഹൈറാർക്കി ഫോർ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം, റിഡക്ഷൻ ഓഫ് CRR ഫ്രം 15% to 5% ആൻഡ് SLR ഫ്രം 38.5% to 25%, deregulation of interest rate, removal of dual control, abolition of branch licensing policy, proper classification of assets and full disclosure of accounts, delegation of direct lending activities of IDBI to separate corporate body, setting up of asset reconstruction fund, മെയിൻറ്റെയിൻ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ അറ്റ് 8%. ഇതെല്ലാം 1ാം നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നരസിംഹം കമ്മിറ്റി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേറെ തന്നെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത ചോദ്യം, കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റിഫോംസ് ഈസ് ഓൾസോ നോൺ ആസ്. കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റിഫോംസ് ഈസ് ഓൾസോ നോൺ ആസ്. ഉത്തരം നരസിംഹം കമ്മിറ്റി സെക്കൻഡ്. 2ാം നരസിംഹം കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റിഫോംസ് എന്ന് പറയുന്നത്.
ഒന്നാമത്തെ നരസിംഹം കമ്മിറ്റിയെ കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നും രണ്ടാം നരസിംഹം കമ്മിറ്റിയെ കമ്മിറ്റി ഓൺ ബാങ്കിംഗ് സെക്ടർ റിഫോംസ് എന്നുമാണ് പറയുന്നത്. The second Narasimham Committee was appointed in ഉത്തരം 1997 ഡിസംബർ. 1997 ഡിസംബറിലാണ് ഇന്ത്യ ഗവൺമെൻറ് രണ്ടാം നരസിംഹം കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു പി ചിദംബരം. രണ്ടാം നരസിംഹം കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1998 ഏപ്രിലാണ്. അന്നേരം ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നത് യശ്വന്ത് സിൻഹയാണ്. അപ്പോൾ രണ്ടാം നരസിംഹം കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് യശ്വന്ത് സിൻഹയ്ക്കാണ് 1998 ഏപ്രിൽ. രണ്ടാം നരസിംഹം കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് AB വാജ്പേയി ആണ്. RBI ഗവർണർ ആയിരുന്നത് ബിമൽ ജലാൻ. അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ഫിനാൻസ് മിനിസ്റ്റർ പി ചിദംബരവും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫിനാൻസ് മിനിസ്റ്റർ യശ്വന്ത് സിൻഹയാണ്. രണ്ടാം നരസിംഹം കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് ഇന്ത്യൻ ബാങ്ക്സ് ബൈ മെർജർ, റിഡക്ഷൻ ഓഫ് NBA, ബാങ്ക് ഓണർഷിപ്പ്, അഡോപ്ഷൻ ഓഫ് നാരോ ബാങ്കിങ് കോൺസെപ്റ്റ്, പ്രൊവൈഡ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ലോൺ റിക്കവറി, ഇൻക്രീസ് CAR to 10%, റിവ്യൂ ഓഫ് ബാങ്കിങ് ലോസ്, ബഡ്ജറ്ററി അലോക്കേഷൻ ടു പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഷുഡ് ബി അവോയ്ഡഡ്. അതുപോലെ RBI ആക്ട്, BR ആക്ട്, SBI ആക്ട്, ബാങ്ക് നാഷണലൈസേഷൻ ആക്ട്, ഈ നിയമങ്ങളൊക്കെ റിവ്യൂ ചെയ്യുക, അമെൻഡ് ചെയ്യുക. ഇതെല്ലാം നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് റീജിയണൽ റൂറൽ ബാങ്ക്, നരസിംഹം കമ്മിറ്റി, ഈ ടോപ്പിക്കുകളിലെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.